നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാന്നാർ കലാകൊലപാതക കേസിൽ മുഖ്യപ്രതി അനിലിന്റെ അയൽവാസിയായിട്ടുള്ള സോമന്റെ മൊഴി നിർണായകമാകും. പ്രതികൾക്കെതിരെയുള്ള ശക്തമായ തെളിവാണ് സോമന്റെ മൊഴി എന്നാണ് വിലയിരുത്തൽ. വെള്ള നിറത്തിലുള്ള കാറ്, അതിനു പിന്നിലെ സീറ്റിൽ ചാരിക്കിടത്തിയ നിലയിൽ സ്ത്രീയുടെ മൃതദേഹം. കാറിലുണ്ടായിരുന്നവർ ക്രിമിനൽ സ്വഭാവമുള്ളവരായതിനാൽ പേടിച്ച് ആരോടും പറഞ്ഞില്ല എന്നതാണ് സോമന്റെ മൊഴി. ചെന്നിത്തല ഐക്കര ജംഗ്ഷനിലാണ് സോമന്റെ ചായക്കട. രാത്രി പാൽവണ്ടി വരുന്നതിനാൽ ചായക്കട തുറന്നു വച്ചിരുന്നു. സോമനോടാണ് മൃതദേഹം മറവു ചെയ്യാൻ പ്രതികൾ സഹായം തേടിയത്. സഹായം നിരസിച്ച സോമൻ കടയടച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇക്കാര്യം ആരോടും പറഞ്ഞതുമില്ല. കലയുടേത് കൊലപാതകമാണ് എന്ന സൂചന ലഭിച്ചതിനെ തുടർന്ന് ഭർത്താവ് അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് പോലീസ് പരിശോധിച്ച ദിവസം സോമന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. കണ്ട കാര്യങ്ങൾ സോമൻ പോലീസിനോട് വെളിപ്പെടുത്തി. കലയെ കാണാതായി 15 വർഷങ്ങൾക്ക് ശേഷമാണ് സോമൻ പോലീസിനോട് എല്ലാം തുറന്നു പറഞ്ഞത്. പ്രതികൾ തന്റെ സഹായം തേടിയ രാത്രിയിൽ കലയുടെ മൃതദേഹമുള്ള കാറിൽ അനിൽ ഉൾപ്പെടെയുള്ള പ്രതികൾ ഉണ്ടായിരുന്നതായി സോമൻ പോലീസിനോട് പറഞ്ഞിരുന്നു. കേസിൽ സാക്ഷിയാക്കിയ KV സുരേഷ് കുമാർ കാറിൽ നിന്നിറങ്ങി കടയിലേക്ക് വന്ന് സോമനോട് സഹായം ആവശ്യപ്പെട്ടു. കാറിനടുത്തേക്ക് ചെന്നപ്പോൾ പുറകിലെ സീറ്റിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടു. 2 പുരുഷന്മാർക്കിടയിലായിരുന്നു മൃതദേഹം. കാറിനുള്ളിൽ പിക്കാസ്, കയർ, മൺവെട്ടി എന്നിവയുണ്ടായിരുന്നു. മൃതദേഹം മറവു ചെയ്യാൻ സഹായിക്കണമെന്നായിരുന്നു പ്രതികളുടെ ആവശ്യം. ഭയന്നുപോയ സോമൻ കടയിലേക്ക് മടങ്ങുകയായിരുന്നു. വേഗം കടയടച്ച് വീട്ടിലേക്ക് പോയി. കാറിലുണ്ടായിരുന്നവരുടെ വിവരങ്ങളും സോമൻ പോലീസിനോട് പറഞ്ഞിരുന്നു. ഊമക്കത്ത് ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കലയുടെ തിരോധാനം കൊലപാതകമാണെന്നതിന് സൂചനകൾ ലഭിച്ചത്. കല കൊല്ലപ്പെട്ട കേസിൽ റിമാൻഡിലുള്ള 3 പ്രതികളുടെ പോലീസ് കസ്റ്റഡി ഇന്ന് അവസാനിക്കും. ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ ആവശ്യപ്പെടും. പ്രതികളായ ഉരമത്തൂർ ജിനു ഭവനിൽ ജിനു ഗോപി, ഇനമത്തൂർ കണ്ണമ്പള്ളിയിൽ സോമരാജൻ, ഇരമത്തൂർ കണ്ണമ്പള്ളിയിൽ പ്രമോദ് എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത്. കലയുടെ ഭർത്താവ് മുഖ്യപ്രതിയുമായ അനിൽ ഇസ്രായേലിലാണ്. ഇതുവരെ എത്തിയിട്ടുമില്ല. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം പോലീസ് ആരംഭിച്ചു. 1-ാം പ്രതിയായ അനിലിനെ ഇസ്രായേലിൽ നിന്ന് തിരികെ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് പോലീസ്. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. കല കുട്ടികളെ ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്ന് പ്രചരിപ്പിച്ചതിനാൽ ബന്ധുക്കളും കാര്യമായി അന്വേഷിച്ചതുമില്ല.